ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ സോങ് ഓഫ് ദി റെയിൻ എന്ന പോമാണ്. ഈ പോമിൽ റെയിനെ പേഴ്സോണിഫൈ ചെയ്തുകൊണ്ടാണ് കവി സംസാരിക്കുന്നത്. അതായത് റെയിന് ഹ്യൂമൻ ക്വാളിറ്റി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ റെയിനെ വ്യക്തിവൽക്കരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് ഈ പോമിൽ കാണാം, റെയിൻ ഐ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ റെയിനെ പലതുമായിട്ടും കമ്പയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. എങ്ങനെ റെയിൻ നേച്ചറിനെ ഡെക്കറേറ്റ് ചെയ്യുന്നു, അതുപോലെ എങ്ങനെ ജോയ് കൊണ്ടുവരുന്നു, റെയിൻ്റെ ആ ഒരു ലൈഫ് സൈക്കിളിനെ കുറിച്ചിട്ടും നമുക്ക് ഈ പോമിലൂടെ ഒരു ഐഡിയ കിട്ടുന്നതാണ്. ഓതറിനെ കുറിച്ച് നോക്കാം. ഖലീൽ ജിബ്രാനാണ് ഈ പോമിൻ്റെ ഓതർ. അദ്ദേഹം ഒരു ലബനീസ് അമേരിക്കൻ ആർട്ടിസ്റ്റാണ്, പോയിറ്റാണ്, റൈറ്ററാണ്, അതുപോലെ തന്നെ ഒരു ഫിലോസഫർ, ഒരു തത്വചിന്തകൻ കൂടിയാണ്. അതുപോലെ അദ്ദേഹം ജനിച്ചത് ലബനിലാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയോട് കൂടി US ഇമിഗ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ കുടിയേറി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ അവിടെയാണ് തുടങ്ങിയത്. US അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങിയത്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഇംഗ്ലീഷിലും അറബിക്കിലും എഴുതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 മേജർ വർക്ക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദി പ്രൊഫറ്റ് ആൻഡ് ബ്രോക്കൺ വിങ്സ്. ഇത് രണ്ടും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. ബിഗ്നിങ് നോക്കൂ, റീഡ് ആൻഡ് എൻജോയ് അല്ലേ. Earth is blessed with air, water and other resources for our life. The beauty of our planet lies in its fascinating and wonderful elements like the wind, rain, seasons, etc. അപ്പോൾ എന്താ പറയുന്നത്, എർത്ത് എന്ന് പറയുന്നത് ഒരുപാട് വിഭവങ്ങളുള്ള, ഒരുപാട് റിസോഴ്സസ് ഉള്ള ഒരു പ്ലാനറ്റാണ് അല്ലേ. എയർ, വാട്ടർ പോലുള്ള ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. ഈ പ്ലാനറ്റിൻ്റെ, ഈ എർത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഫാസിനേറ്റിംഗ് ആൻഡ് വണ്ടർഫുൾ എലമെൻറ്റ്സ്, അതിൻ്റെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. വിൻഡ് പോലുള്ള, റെയിൻ പോലുള്ള, സീസൺസ് പോലുള്ള എലമെൻറ്റ്സിലാണ് നമ്മുടെ എർത്തിൻ്റെ ബ്യൂട്ടി ലൈ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റാൻസ നോക്കൂ. I am dotted silver threads dropped from the heaven by the gods. Nature then takes me to adorn her fields and valleys. അപ്പം എന്താ പറയുന്നത്, ഇവിടെ റെയിൻ്റെ വോയിസ് ആണ് അല്ലേ. റെയിന് സംസാരിക്കുകയാണ്. റെയിൻ ഐ എന്ന് മെൻഷൻ ചെയ്തില്ലേ, റെയിന് സ്വയം ഐ എന്ന് റെഫർ ചെയ്യാണ്. ആൻഡ് ഇറ്റ് ടെൽസ് അബൌട്ട് ഇറ്റ് സെൽഫ്. എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ടെല്ലിങ് ദാറ്റ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സിൽവർ ത്രെഡ്സ്. റെയിൻ എന്താ പറയുന്നത്, റെയിൻ ഒരു സിൽവർ ത്രെഡ്സിൻ്റെ കളക്ഷൻ ആണല്ലേ. പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരു സിൽവർ കളർ ത്രെഡായിട്ട് റെയിനെ തോന്നും. അതായത് ഭയങ്കര തിന്നായിട്ടില്ലേ. നമ്മൾ കുറച്ചും കൂടി ദൂരത്തുനിന്ന്, കുറച്ചും കൂടി ഡിസ്റ്റൻസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കത് കുറേ ഡ്രോപ്സ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു ഡ്രോപ്സ്, ഈ ഒരു ഡോട്ടഡ് സിൽവർ ത്രെഡ്സ് ആരാ ഡ്രോപ്പ് ചെയ്യുന്നത്, ഹെവനിൽ നിന്നും ഡ്രോപ്പ് ചെയ്യുന്നതാണ്. ആരാ ഡ്രോപ്പ് ചെയ്യുന്നത്, ബൈ ദ ഗോഡ്സ് ഹെവനിൽ നിന്നും ഡ്രോപ്പ് ചെയ്യുന്ന, താഴത്തോട്ട് വീഴ്ത്തുന്ന ഒരു സിൽവർ ത്രെഡ്സ് ആണ് റെയിൻ എന്ന് പറയുന്നതെന്ന് റെയിൻ സ്വയം പറയാണ്. അതിൻ്റെ അർത്ഥം എന്താ, ഹെവനിൽ നിന്നും ഗോഡ് ഡ്രോപ്പ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ഇറ്റ്സ് സംതിങ് ഹോലി, അല്ലെങ്കിൽ എന്താണ്, ഇറ്റ്സ് സംതിങ് പ്യോർ എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. നേച്ചറിൽ കുറച്ചും കൂടി വിശുദ്ധമായിട്ടുള്ള, പ്യോറായിട്ടുള്ള എന്തോ ഒരു സംഭവമാണ് റെയിൻ എന്ന് നമുക്ക് ആ ഒരു ലൈനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം എന്താണ്, ഹെവനിൽ നിന്നും റെയിൻ ഡ്രോപ്പ് ചെയ്യുന്നത് ആരാണ്, ഗോഡ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുപോലെ അതിനുശേഷം എന്താണ്, നേച്ചർ ദെൻ ടേക്സ് മീ. ഈ വെളുത്തിയ റെയിനെ നേച്ചർ എടുക്കുകയാണ്. എന്തിന്, ടു അഡോൺ എന്ന് പറഞ്ഞാൽ എന്താ, അഡോണിൻ്റെ മീനിങ് ഡെക്കറേറ്റ്, അലങ്കരിക്കാൻ വേണ്ടിയിട്ട്. ഹർ ഫീൽഡ്സ് ആൻഡ് വാലീസ്, എന്ത്, നേച്ചറിൻ്റെ ഫീൽഡുകളും വാലികളും അലങ്കരിക്കാൻ വേണ്ടിയിട്ട്, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേച്ചർ റെയിനെ എടുക്കുകയാണെന്നാണ് പറയുന്നത്. ഈ ഒരു പോം കംപ്ലീറ്റ് റെയിന് സ്വയം പേഴ്സോണിഫൈ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് നമ്മുടെ പോയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഫിഗർ ഓഫ് സ്പീച്ച് വരുന്നത് മെറ്റഫറാണ്. അതെന്താണ്, റെയിനെ കമ്പയർ ചെയ്യാണ് അല്ലേ. ഡോട്ടർ സിൽവർ ത്രെഡ്സുമായിട്ടൊക്കെ റെയിനെ കമ്പയർ ചെയ്യാണ്. ഇത്തരത്തിൽ ആസും ലൈക്കും യൂസ് ചെയ്യാതെ നമ്മൾ കമ്പാരിസൺ നടത്തുന്നതിനാണ് നമ്മൾ മെറ്റഫർ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഫിഗർ ഓഫ് സ്പീച്ചസ് ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് പേഴ്സോണിഫിക്കേഷൻ ആണ്, നെക്സ്റ്റ് വൺ എന്താണ്, മെറ്റഫർ ആണ് അല്ലേ. ഇനി സെക്കൻഡ് സ്റ്റാൻസ നോക്കൂ. I am beautiful pearls plucked from the crown of Ishtar by the daughter of dawn to embellish the gardens.
റെയിൻ എന്താ പറയുന്നത്? പിന്നെ റെയിന് സെൽഫായിട്ട് സ്വയം പറയാണല്ലേ, ഞാൻ എന്താണ്, ഐ ആം എ ബ്യൂട്ടിഫുൾ കളക്ഷൻ ഓഫ് പേൾസ്, ഞാൻ ഒരു പേളിൻ്റെ കളക്ഷനാണ്. എവിടുന്ന് പ്ലക്ക് ചെയ്തത്, എവിടുന്ന് പറിച്ചെടുത്ത, എവിടുന്ന് പ്ലക്ക് ചെയ്ത പേളാണത്? ഫ്രം ദി ക്രൗൺ, കിരീടത്തിൽ നിന്നും. ആരുടെ കിരീടത്തിൽ നിന്ന്? ഫ്രം ദി ക്രൗൺ ഓഫ് ഇഷ്ടർ. ഇഷ്ടർ എന്ന് പറയുന്നത് ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റി, അതുപോലെ ലവ്, വാർ, ഇതിൻ്റെയൊക്കെ ഗോഡസ് ആണ് ഇഷ്ടർ. ഈ ഇഷ്ടറിൻ്റെ ക്രൗണിൽ നിന്നും കിരീടത്തിൽ നിന്നും പ്ലക്ക് ചെയ്തെടുത്ത കുറച്ച് ബ്യൂട്ടിഫുൾ പേൾസ് ആണ് ഞാനെന്ന് റെയിന് സ്വയം പറയാണ്. ആര് പ്ലക്ക് ചെയ്തതാ ഇത്? ബൈ ദി ഡോട്ടർ ഓഫ് ഡോൺ. ഡോൺ എന്ന് വെച്ചാൽ പ്രഭാതം അല്ലേ, പ്രഭാതത്തിൻ്റെ പുത്രി പ്ലക്ക് ചെയ്ത കുറച്ച് പേൾസ് ആണ് ഞാനെന്ന് പറയാം. ഇവിടെ ഈ ഒരു ഡോണിനെ മെൻഷൻ ചെയ്യാൻ കാരണം എന്താവും? അവിടെ സണ്ണിൻ്റെ ഒരു പ്രസൻസിനെയാണ് കവി കാണിക്കുന്നത് അല്ലേ. അതായത് ഈ ഒരു റെയിൻ്റെ സൈക്കിളിൽ അല്ലെങ്കിൽ ഈ ഒരു വാട്ടർ സൈക്കിളിൽ സണ്ണിന് എത്രത്തോളം റോൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നമുക്കറിയാം അല്ലേ, സൺ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ ഹീറ്റായിട്ട് ഇവോപ്പറേഷൻ സംഭവിച്ചു അങ്ങനെ റെയിൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ സണ്ണിൻ്റെ ഒരു പ്രസൻസിനെ കുറിച്ചിട്ടും ഇവിടെ പോയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ റെയിൻ ഇവിടെ നെക്സ്റ്റ് കമ്പാരിസൺ നടത്തുകയാണ്. ഇവിടെയും മെറ്റഫറാണ് യൂസ് ചെയ്തിട്ട് അല്ലേ, ആസും ലൈക്കൊന്നും ഇല്ലാത്തൊരു കമ്പാരിസൺ നടത്തില്ലേ. എന്താണ്, ഒരു ബ്യൂട്ടിഫുൾ പേൾസുമായിട്ട് റെയിന് സ്വയം കമ്പയർ ചെയ്യാണ്. നോക്കൂ, when I cry the hills laugh, when I humble myself the flowers rejoice, when I bow all things are elated. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിലൂടെ എന്താണ്, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹൗ റിഫ്രഷിങ് എ റെയിൻഫോൾ ഈസ് അല്ലേ, അല്ലെങ്കിൽ ഹൗ പ്ലസൻറ്റ് എ റെയിൻഫോൾ ഈസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ലൈൻ നോക്കൂ, വെൻ ഐ ക്രൈ ദ ഹിൽസ് ലോഫ്. റെയിൻ കരയുമ്പോൾ, റെയിൻ ക്രൈ ചെയ്യുമ്പോൾ എന്താണ്, ഹിൽസ് ലോഫ് ചെയ്യാണ്. ക്രൈ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റെയിൻഫോളിനെയാണ് ക്രൈ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമല്ലേ, ഡ്രൈ ആയി കിടക്കുന്ന ഹിൽസും എല്ലാം ഭയങ്കര ഹാപ്പി ആവും, കുന്നുകളൊക്കെ ഭയങ്കര ഹാപ്പി ആവും അല്ലേ, ചിരിക്കാൻ തുടങ്ങും അവർ റെയിൻഫോൾ കിട്ടുമ്പോൾ. അതേപോലെ വെൻ ഐ ഹംബിൾ മൈസെൽഫ്. ഹംബിൾ എന്ന് വെച്ചാൽ എന്താ, ഒരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ഒരു താഴ്മയോടെ നിൽക്കുമ്പോൾ ഫ്ലവേഴ്സ് റിജോയ്സ്, ഫ്ലവേഴ്സൊക്കെ ഭയങ്കര ഹാപ്പി ആവുകയാണ്. റെയിൻ എന്താ, എല്ലാവരോടും ഭയങ്കര, നേച്ചറിനോട് ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളായി നിൽക്കുകയാണ്. ആ സമയത്ത് ഭയങ്കര ഫ്ലവേഴ്സൊക്കെ ഹാപ്പി ആവുകയാണ് ആ റെയിൻഫോളിലൂടെ. അതുപോലെ തന്നെ വെൻ ഐ ബോ ഓൾ തിങ്സ് ആർ ഇലേറ്റഡ്. ഞാനൊന്ന് കുനിയുന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും ഭയങ്കര ഇലേറ്റഡ്, ഭയങ്കര ഹാപ്പി ആവുകയാണ്. അപ്പോൾ റെയിൻഫോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത്, ഫ്ലവേഴ്സിന് ബ്ലൂം ചെയ്യാൻ പറ്റുക, വിരിയാൻ പറ്റുക. അതുപോലെ അവർ ആ ഒരു വെതറിൽ ഭയങ്കര ഹാപ്പി ആവും. നമുക്കറിയാം അല്ലേ, റെയിൻ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വെതർ കുറച്ചും കൂടെ ബ്രൈറ്റർ ആവും. അപ്പോൾ ആ റെയിൻഫോൾ ഉണ്ടാക്കുന്ന, നേച്ചറിൽ ഉണ്ടാക്കുന്ന ഒരു എഫക്ട്സിനെ കുറിച്ചിട്ടാണ് കവിയോട് സംസാരിക്കുന്നത്. നെക്സ്റ്റ് ആൻസർ നോക്കൂ, ദ ഫീൽഡ് ആൻഡ് ദി ക്ലൗഡ് ആർ ലവേഴ്സ് ആൻഡ് ബിറ്റ്വീൻ ദം ഐ ആം എ മെസ്സഞ്ചർ ഓഫ് മെർസി. I quench the thirst of the one, I cure the ailment of the other. അപ്പോൾ എന്താ പറയുന്നത്, ഫീൽഡ് ആൻഡ് ക്ലൗഡ് ആർ ലവേഴ്സ്, ദേ ലവ് ഈച്ച് അതർ അല്ലേ. ആൻഡ് അവർക്കിടയിൽ ആരാണ് റെയിൻ? റെയിൻ അവർക്കിടയിൽ ഒരു മെസ്സഞ്ചറാണ്. അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു ദൂതനാണ് ആര്? റെയിൻ. അപ്പോൾ റെയിൻ ഈസ് ടെല്ലിങ് ദാറ്റ് ദ ഫീൽഡ് ആൻഡ് ദി ക്ലൗഡ് ആർ ലവേഴ്സ് ആൻഡ് ബിറ്റ്വീൻ ദ ഐ ആം എ മെസ്സഞ്ചർ ഓഫ് മെർസി. എങ്ങനത്തെ മെസ്സഞ്ചറാ? കാരുണ്യത്തിൻ്റെ ഒരു മെസ്സഞ്ചറാണ്. ഐ ക്വെഞ്ച് ദി തേഴ്സ്റ്റ് ഓഫ് വൺ. തേഴ്സ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ദാഹം അല്ലേ. സോ വാട്ട് ഈസ് ക്വെഞ്ച്? ക്വെഞ്ച് എന്ന് വെച്ചാൽ ആ ദാഹം അകറ്റുന്നതിന്, ആ ദാഹം ശമിപ്പിക്കുന്നതിനാണ് നമ്മൾ ക്വെഞ്ച് എന്ന് പറയുക. അതിൽ ഒരാളുടെ തേഴ്സ്റ്റ് ഞാൻ ക്വെഞ്ച് ചെയ്ത് കൊടുക്കുന്നു, ഒരാളുടെ ദാഹം ഞാൻ അകറ്റി കൊടുക്കുന്നു, ദാഹം ശമിപ്പിച്ചു കൊടുക്കുന്നു. മറ്റൊരാളുടെ എയിൽമെൻറ്റ്, എയിൽമെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? പെയിൻ, പെയിൻ ഞാൻ ക്യൂർ ചെയ്ത് കൊടുക്കുന്നു. മറ്റൊരാളുടെ വേദനയെ ഞാൻ അകറ്റി കൊടുക്കുന്നു. ഒരാളുടെ ദാഹം ഞാൻ ശമിപ്പിച്ചു കൊടുക്കുന്നു, മറ്റൊരാളുടെ വേദന ഞാൻ അകറ്റി കൊടുക്കുന്നു. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? നമുക്കറിയാം അല്ലേ, ഈ റെയിൻ കിട്ടാതാവുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രോട്ട് ഉണ്ടാവുകയും നമ്മുടെ ഫീൽഡെല്ലാം ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാവും അല്ലേ. ഇതെന്തുകൊണ്ടാണ്? വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഫീൽഡെല്ലാം ഡ്രൈ ആയി കിടക്കുന്ന സമയത്ത്, ദാഹം ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ഡ്രൈ ആവുക. അപ്പോൾ ഇങ്ങനെ വെള്ളം കിട്ടാതെ ഡ്രൈ ആയി തേഴ്സ്റ്റ് അനുഭവിക്കുന്ന സമയത്ത് റെയിൻഫോളിലൂടെ ഈ ഫീൽഡിൻ്റെ ദാഹം അകറ്റി കൊടുക്കുകയാണ് റെയിൻ ചെയ്യുന്നത്.
മറ്റു സൈഡിൽ എന്താ, ക്ലൗഡിന് ഒരുപാട് ഫീലിങ്സും ഇമോഷൻസും വിഷമങ്ങളെല്ലാം ഉണ്ടല്ലേ. ഇതെല്ലാം പേറിക്കൊണ്ട് ക്ലൗഡ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മെസ്സേജ് ഫീൽഡിലോട്ട് ക്ലൗഡിൻ്റെ കുറേ ഫീലിങ്സ് പാസ് ചെയ്തുകൊണ്ട് ആ ക്ലൗഡിൻ്റെ ഇമോഷൻസിനെ ഫീലിങ്സിനെല്ലാം അൺബേർഡൻ ചെയ്യാണ്, അതിൻ്റെ ഭാരം കുറച്ച് കൊടുക്കുകയാണ് ആര്, റെയിൻ. സോ ഇവിടെ ക്ലൗഡിൻ്റെ വേദന അകറ്റി കൊടുക്കുന്നു, അതേസമയം തന്നെ ഫീൽഡിൻ്റെ ദാഹം അകറ്റി കൊടുക്കുന്നുണ്ട് റെയിൻ എന്നാണ് പറയുന്നത്.